ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എങ്ങനെ വിളിയേക്കാം? എന്തോ ഒന്ന് വിളിയട്ടെ. ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എന്തോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? എങ്ങനെ പറയാം? നല്ല വിശേഷം അല്ലേ? പഠിക്കാറുണ്ടോ? ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? എങ്ങനെ പറയാ? ഞാൻ പഠിക്കാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, യെസ്. പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? നോയാണോ യെസ് ആണോ? യെസ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഒരു കുട്ടി കവിത പഠിക്കാം. ഒരു കുഞ്ഞി കവിത. ടീച്ചർ മുന്നൊരു കവിത പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആരുടെ? അത് ഒരു കുഞ്ഞി കവിത പറഞ്ഞു തന്ന ടീച്ചർ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു മാഷിൻ്റെ കവിതയാണ്. ആ, കുഞ്ഞുണ്ണി മാഷ് അല്ലേ? കുഞ്ഞുണ്ണി മാഷിന് തന്നെ വേറൊരു കവിത നമുക്ക് പഠിക്കാം. ആ കവിതയ്ക്ക് നമുക്ക് കുഞ്ഞുണ്ണി കവിത എന്ന് പറയാം. എന്താണ് കവിത? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളെയൊക്കെ നമുക്ക് കുഞ്ഞുണ്ണി കവിത എന്ന് പറയാം. ഓക്കെ, കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ എപ്പോഴും കുഞ്ഞു കുഞ്ഞു കവിതകളാണ്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചാലോ? കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കേൾക്കാത്തവർക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പാടാനും കവിത ചൊല്ലാനും അല്ലെങ്കിൽ അത് പറയാനും മാത്രമല്ല, ആ കവിത ചൊല്ലാൻ വേണ്ടി മാത്രമല്ല, വെറുതെ പാടാൻ മാത്രമല്ല, എഴുതാനും പഠിക്കണം. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ണി കവിത എന്ന് പറഞ്ഞാൽ വായന. നിങ്ങളോട് എപ്പോഴും ടീച്ചർ പറയുന്ന കാര്യമാണ് എന്ത്? മക്കളെ വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം, സ്റ്റോറി ബുക്ക് വായിക്കണം, എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് മലയാളത്തിൻ്റെ ബോർഡ് കണ്ട അത് വായിക്കണം. മനസ്സിലായോ? ടീച്ചർ മലയാളം ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത് മലയാളം വായിക്കണമെന്ന്. ഇനി പോകുന്ന വഴിക്ക് മലയാളം ബോർഡ് മാത്രമല്ല, മറ്റ് ഭാഷകളുടെ ബോർഡുകൾ കണ്ടാലും വായിക്കണം. മനസ്സിലായോ? ഒരു ഭാഷ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വളരാൻ പറ്റില്ല. മനസ്സിലായോ? ഓരോ ക്ലാസ്സിലും അതത് ഭാഷ പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കുക. പക്ഷെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഭാഷയും നമ്മൾ പഠിക്കണം. മനസ്സിലായോ? നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മാത്രം മതി, എനിക്ക് ഹിന്ദി മാത്രം മതി, എനിക്ക് മലയാളം മാത്രം മതി എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഭാഷയും ഇതുപോലെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് ടീച്ചർ ആ കവിത പറയാൻ പോകുന്നത് കുഞ്ഞുണ്ണി കവിത, കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത. ഏതാണ്? കുഞ്ഞുണ്ണി കവിത, കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞി കവിത. വായന. എന്താണ്? റീഡിങ് അല്ലേ? നിങ്ങളോട് എപ്പോഴും ടീച്ചർ പറയുന്ന കാര്യമാണ്. മക്കളെ വായിക്കണം, വായിക്കണം, 15 മിനിറ്റ് വായിക്കണം അല്ലേ? അപ്പോൾ വായന, അതിനെക്കുറിച്ച് തന്നെ നമുക്കൊരു കവിത ചൊല്ലാം. ഓക്കെ, അത് നമുക്കത് പറഞ്ഞു തരാം ടീച്ചർ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. എങ്ങനെയൊക്കെയാണ് വളരണത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും നമ്മൾ വളരും അല്ലേ? അത് ഉറപ്പല്ലേ? ഇനി കുഞ്ഞുണ്ണി മാഷ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. വായിച്ചാലുള്ള ഗുണം എന്താണ്? വായിച്ചില്ലെങ്കിലുള്ള ഗുണം എന്താണ്? വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും. ഉണ്ടോ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എത്ര അല്ലേ? കുഞ്ഞുണ്ണി കവിത. കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞു കുഞ്ഞു കവിതകളാണ് എഴുതുന്നത് അല്ലേ? പക്ഷെ അതിലൊക്കെ ഭയങ്കര മീനിങ് ആണ് അല്ലേ? ചെറിയ കവിത കൊണ്ട് വലിയ മീനിങ് നമുക്ക് തന്നു കുഞ്ഞുണ്ണി മാഷ് അല്ലേ? എന്താ മാഷ് പറയാൻ ഉദ്ദേശിച്ചത്? എന്താ നമ്മുടെ അടുത്ത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും അല്ലേ? നമ്മളെല്ലാവരും ന്യൂസ് പേപ്പർ വായിച്ചിട്ട്, നമ്മളെല്ലാവരും സ്റ്റോറി ബുക്ക് വായിച്ചാലാണോ നമ്മൾ വളരുള്ളൂ? അല്ലല്ലോ. പഠിച്ചാലും വളരും, നമ്മൾ പഠിച്ചില്ലെങ്കിലും വളരും അല്ലേ? നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഒക്കെ നമ്മളിങ്ങനെ വളർന്ന് വളർന്ന് പോകും. പക്ഷേ നോക്കിയേ, അതാണ് മാഷ് പറഞ്ഞത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. ഉണ്ടോ? നിങ്ങൾ പുസ്തകം വായിച്ചാലും നിങ്ങൾ വലുതാവും, പുസ്തകം വായിച്ചില്ലെങ്കിൽ എന്താവും? നിങ്ങൾ വലുതാവും. ഉണ്ടോ? നമ്മുടെ ബോഡി കൊണ്ട് നമ്മൾ വലുതാവും അല്ലേ? നമ്മൾ ജനിച്ച പോലെയാണോ ഇപ്പം ഇരിക്കണത്? അല്ല അല്ലേ? ജനിച്ചപ്പോൾ നമ്മൾ എന്തായിരുന്നു? നല്ല കുഞ്ഞായിരുന്നു അല്ലേ? അച്ഛൻ്റെ അമ്മയുടെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ കുഞ്ഞു കയ്യിൽ, അവരുടെ കയ്യിൽ കൊള്ളാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും വളർന്ന് വളർന്ന് നമ്മുടെ ശരീരം വലുതായി അല്ലേ? അതാണ് മാഷ് പറയുന്നത്.
നമ്മൾ പുസ്തകമൊക്കെ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമ്മൾ വളരലൊക്കെ വളരും. ഓക്കെ, പക്ഷെ എന്താ വ്യത്യാസം നോക്കിയേ? വായിച്ചാൽ വിളയും. കണ്ടോ? വായിച്ചില്ലെങ്കിലോ വളയും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നന്നായിട്ട് പഠിച്ച് അറിവ് നേടി വായനയിലൂടെ എഴുത്തിലൂടെയൊക്കെ നമ്മൾ അറിവ് സമ്പാദിച്ചാൽ, വിദ്യ നേടിയാൽ, മനസ്സിലായോ? നമ്മൾ നല്ല എഡ്യൂക്കേഷൻ നേടിയാൽ നമ്മൾ വിളയും അല്ലേ? ബെസ്റ്റ്, സൂപ്പർ, എക്സലന്റ്, ഗുഡ്, ഇങ്ങനെയൊക്കെ നമ്മളെ നോക്കി മറ്റുള്ളവർ പറയും അല്ലേ? മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഒരു പ്രൗഡ് തോന്നും അല്ലേ? ഐ ആം ഗുഡ്, ഐ ആം ബെസ്റ്റ്, അങ്ങനെ തോന്നും അല്ലേ? നമ്മൾ വായിക്കാതെയും പഠിക്കാതെയൊക്കെ വളരണമെങ്കിലോ എന്താ സംഭവിക്കുക? പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല. വായിക്കാതിരുന്നാലോ നമുക്ക് എന്തുണ്ടാവില്ല? അറിവുണ്ടാവില്ല. വായനയിലൂടെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. മനസ്സിലായോ? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് മനസ്സിലായോ? കുഞ്ഞി കവിതയാണ് അല്ലേ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞുണ്ണി കവിതയാണ്, പക്ഷെ വലിയ മീനിങ് അതിൽ ഉണ്ട്. അപ്പം വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും നമ്മൾ വളരും. പക്ഷെ വായിക്കുമ്പോഴുള്ള ഗുണം എന്താ? നമ്മൾ വിളയും അല്ലേ? നല്ല ഗുഡ്, ബെസ്റ്റ്, എക്സലന്റ്, സൂപ്പർ എന്നൊക്കെ നമ്മൾ ഓരോരുത്തർ പറയും. നമുക്ക് തന്നെ തോന്നും ഐ ആം ഗുഡ് അല്ലേ? നമുക്ക് ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് നല്ല എഫേർട്ടൊക്കെ എടുത്ത്, നമ്മൾ വീട്ടിലിരുന്ന് നല്ല എഫേർട്ടൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് നമ്മൾ പോയി എക്സാം എഴുതി അല്ലേ? നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് എക്സാമിൻ്റെ ഷീറ്റ് ടീച്ചർ ചെക്ക് ചെയ്തിട്ട് മാർക്ക് കൊണ്ടുവരുമ്പോഴോ 50 ഔട്ട് ഓഫ് 50 അല്ലേ? 100 ഔട്ട് ഓഫ് 100 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരു 50-ലൊരു 45, 100-ലൊരു 95, 80 അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷം ഉണ്ടാവും അല്ലേ? നമുക്ക് സന്തോഷം ഉണ്ടാവും, നമ്മുടെ പേരൻസിന് സന്തോഷം ഉണ്ടാവും അല്ലേ? നമ്മളെ നോക്കി മറ്റുള്ളവർ നല്ലത് പറയും. പിന്നെന്താണ്? അങ്ങനെ പഠിച്ച് വായിച്ച് നമ്മൾ അറിവൊക്കെ നേടി പോകുമ്പോൾ നമുക്ക് നല്ല ടോപ്പ് പ്ലേസിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ടോപ്പ് എഡ്യൂക്കേഷൻ നമ്മൾ നന്നായിട്ട് നേടിയാൽ, നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം അത് നന്നായിട്ട്, നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അത് നമ്മൾ നന്നായിട്ട് പ്രയോഗിച്ചാൽ എന്താണ്? നമ്മൾ എഫേർട്ട് ഇടണം. മനസ്സിലായോ? അച്ഛൻ എന്നെ അത് പഠിപ്പിച്ചില്ല, അമ്മ എന്നെ ഇത് പഠിപ്പിച്ചില്ല അങ്ങനെ പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും വായിക്കണം, കഷ്ടപ്പെട്ടാണെങ്കിലും പഠിക്കണം. അപ്പോൾ അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താണ്? ഞാൻ ഗുഡാണ് അല്ലേ? ഞാൻ ബെസ്റ്റാണ്, ഞാൻ എക്സലൻ്റ് ആണ്. നമുക്ക് തന്നെ തോന്നും. ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, വായിക്കാൻ ഒരു കുറുക്കു വഴിയില്ല. വായന മാത്രമേ ഒരു കുറുക്കു വഴിയുള്ളൂ. അതുകൊണ്ട് പഠിക്കുക എന്നത് മാത്രമാണ് ഒരു കുറുക്കു വഴി. ഓക്കെ, അപ്പോൾ വായിച്ചാൽ എന്താവും? വിളയും അല്ലേ? നല്ല ബെസ്റ്റായിട്ട് നമ്മൾ മാറും. അറിവ് നേടി നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ എഫേർട്ട് എടുത്ത് പഠിക്കുന്നു. അങ്ങനെ നമുക്ക് എഫേർട്ട് എടുത്ത് ജോലി കിട്ടുന്നു അല്ലേ? നല്ല ശമ്പളം കിട്ടുന്നു, നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടുന്നു അല്ലേ? പഠിക്കാതിരുന്നാലോ എന്താ ഉണ്ടാവുക? വട്ടപൂജ്യം കിട്ടും അല്ലേ? വട്ടപൂജ്യം കിട്ടും. നമുക്ക് ആകെ സങ്കടം വരും അല്ലേ? ഞാൻ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയേനെ, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാമായിരുന്നു അല്ലേ? നിനക്ക് വിഷമിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വായിച്ചൂടെ? പഠിച്ചൂടെ? ഓക്കെ, അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും അല്ലേ? വിളയും, സൂപ്പറായിട്ട് വരും അല്ലേ? വായിച്ചില്ലെങ്കിൽ വളയും. ഉണ്ടോ? അപ്പോൾ ഏതാ നമുക്ക് വേണ്ടത്? വളയണോ വിളയണോ? എന്താ വേണ്ടത്? ഇങ്ങനെ വളഞ്ഞു വരണോ വിളഞ്ഞു വരണോ? ഏതാ വേണ്ടേ? വിളയണം അല്ലേ? ഓക്കെ, യെസ്. അപ്പം നമുക്ക് വിളയാം അല്ലേ? അപ്പം നിങ്ങൾ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണ്, ഇപ്പോഴേ തുടങ്ങണം. മനസ്സിലായോ? ഞാൻ 5ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എല്ലാം പഠിച്ചോളാം, ഞാൻ 6ാം ക്ലാസ്സിലാവുമ്പോൾ നല്ലോണം പഠിച്ചോളാം. കാര്യമില്ല. സമയം നമുക്ക് കിട്ടുന്നത്
നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. നമുക്ക് നഷ്ടപ്പെട്ടാൽ കിട്ടാത്ത ഒന്നാണ്, നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ കിട്ടാത്ത ഒന്നാണ് എന്ത്? സമയം. ഞാൻ നാളെ നീളെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം ടീച്ചർ പറയും ഇന്ന് പഠിക്കണം എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നാളെ പഠിക്കാം. നാളെ ആകുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം പഠിക്കാം. അടുത്ത ദിവസം ആയിരിക്കും എന്ത് ചെയ്യും? പിന്നെ പഠിക്കാം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നാളെ നീട്ടി വെച്ച് നീളെ അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുമോ? ഇല്ല. അപ്പം നാളെ നീളെ ആകാതെ ഇന്ന് തന്നെ പഠിച്ച് നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുക. ഓക്കെ, നാളത്തേക്ക് വേണ്ടി നല്ലത് കരുതി വെക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്, ടീച്ചർ എപ്പോഴും പറയുന്ന കാര്യമാണ് വായിക്കാൻ. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള വായനയുടെ കവിതയാണ് നിങ്ങൾക്ക് എടുത്ത് തന്നത്. നമുക്ക് എഴുതിയാലോ? ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ? ഇത്ര നേരം പറഞ്ഞില്ലേ ടീച്ചർ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതിയാലോ? ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിയേ, വാ ഈ വായിച്ചാലും ഉണ്ടോ? വായിച്ചാലും എന്താണ്? വളരും. എന്താണ്? വായിച്ചാലും വളരും. വായിച്ചാലും വളരും. വാ ഈ ചി ലേ ലും വായിച്ചില്ലെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയൊക്കെ പോയാലും നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ വളരും അല്ലേ? അപ്പൊ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. ഇനി വായിച്ചാൽ എന്താ ഗുണം നോക്കിയേ? വായിച്ചാൽ നോക്കിയേ, വായിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ വായിച്ചു വളർന്നാൽ എന്താ സംഭവിക്കുക? ടീച്ചർ എന്താ പറഞ്ഞേ? എങ്ങനെ വളരും എന്നാ പറഞ്ഞേ? വിളയും. വിളയും എന്ന് പറഞ്ഞാ നമ്മള് എക്സലന്റ് ആവും, സൂപ്പർ, ഗുഡ്, ബെസ്റ്റ് ഒക്കെ ആയി നമ്മൾ മാറും. കണ്ടോ? വായിച്ചാൽ വിളയും. വായിച്ചില്ലേ നോക്കിയേ, വായിച്ചില്ലേ എന്താണ് ഉണ്ടാകുന്നത്? വളയും. ഉണ്ടാ? ഇതാരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷ്. കണ്ടാ? കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണിത്. കണ്ടാ? കുഞ്ഞുണ്ണി കവിത. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കുഞ്ഞുണ്ണി കവിത. അപ്പൊ നോക്കിയേ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. ഓക്കെ, വായിച്ചാൽ വിളയും. കേട്ടോ? സൂപ്പറായിട്ട് മാറും. വായിച്ചില്ലേ വളയും. ഇപ്പൊ ടീച്ചറിന്റെ കുട്ടികള് വളയാൻ പാടില്ല, വായിച്ച് വിളയണം. കേട്ടോ? സൂപ്പറായിട്ട് മാറണം, ഗുഡായിട്ട് മാറണം. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഈ കവിത ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ട് നടക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? എഴുതി നോക്കണം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. എങ്ങനെയാണ്? വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. ടീച്ചർ കാണിച്ച ആക്ഷൻസ് ഒക്കെ മനസ്സിൽ ഓർക്കുക. ക്ലാസ് മനസ്സിൽ ഓർത്തിട്ട് പേരൻസ് ഓരോ ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓരോ അക്ഷരങ്ങൾ
അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വാ വാ വായന വായന, വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ വായിച്ചല്ലേ, ഒക്കെ വാ 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 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിത് ആവർത്തിച്ച് പറയുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ എളുപ്പമായിട്ട് മാറും. അതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് നടക്കുക. അപ്പോൾ എന്താണ്, എഴുതാനും ശ്രമിക്കുക. ഓക്കെ, പേരൻസ് പറയുമ്പോൾ ആലോചിച്ച് വേണം ഓരോ അക്ഷരം എഴുതാനായിട്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തെറ്റും വരില്ല. കൺഫ്യൂഷൻ സ്വാഭാവികമാണ് അല്ലേ? നമ്മൾ പറയാറില്ലേ, കൺഫ്യൂഷൻ വരാം, മിസ്റ്റേക്ക് വരാം. പക്ഷെ മിസ്റ്റേക്ക് വരുത്താതെ നമ്മൾ പരിശ്രമിക്കണം, മറിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനും മാറും, മിസ്റ്റേക്കും മാറും. ഓക്കെ, അപ്പോൾ കുഞ്ഞുണ്ണി കവിത മറക്കണ്ട കേട്ടോ. നന്ദി, ശുഭദിനം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.